ഹലോ അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എൻ്റെ ഓൺ ക്രിയേഷനാണ്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിൽ റെസിപ്പിയൻസ് ആരും വരാത്തതുകൊണ്ട് യൂട്യൂബിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലിപ്പോൾ ഇക്ര ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ എന്നുള്ളത് അറബി കാലിഗ്രഫിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ആയിട്ടുള്ള fashasgallery@gmail.com നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ്. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ഫഷാസ് ഗാലറി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഖുറാനിലെ ഫസ്റ്റ് വേഴ്സ് ഇറങ്ങിയത് ഇക്ര ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ എന്ന് പറഞ്ഞ ആയത്താണ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഈ റമദാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അറബിക് അബ്സ്ട്രാക്ട് കാലിഗ്രഫി. അപ്പോൾ ഇതിലൊരു മസ്റ്റാർഡ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. എജുമാർട്ടിൽ നിന്ന് ഒരു 100% ക്യാൻവാസ് ബോർഡും അതേപോലെ തന്നെ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷൻ ബ്രഷ് വഴിയോ പെയിൻറ്റിംഗ് നൈഫ് വഴിയോ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഒരു നൈസായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് പെൻസിലോട് ജസ്റ്റ് മാർക്ക് ചെയ്ത് വേറൊരു പേപ്പറിൽ വരച്ചിട്ട് ഞാൻ കൺവെസിൻ്റെ മേലെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് അങ്ങനെ ഈ രണ്ട് പെയിൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പം ഒരു മസ്റ്റാർഡ് കളറിലെ ഫിനിഷിങ് വേണ്ടത് ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഫസ്റ്റ് തന്നെ ബാക്കിലൊരു ഫുൾ വൈറ്റ് ഫിനിഷിങ് ബാക്ക്ഗ്രൗണ്ട് വരാതെ ഒരു ഗോൾഡൻ ഫിനിഷിൽ ബാക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതണം എന്നുണ്ടായിരുന്നു കാലിഗ്രഫി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എഴുതുന്ന പോലെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തെങ്കിലും വേഴ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇക്ര ബിസ്മി എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വേറൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ പെയിൻറ്റ് സോക്ക് ചെയ്ത് ഒരു ക്രിംസൺ കളറിൽ പെയിൻറ്റ് സോക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പ്രേ ചെയ്തിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വേഴ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അലിഫ് ചെയ്ത് ഇത് കാഫാണ് എഴുതുന്നത്, പിന്നെ ഇത് റാ. അങ്ങനെ ഓരോ ലെറ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആബ്സ്ട്രാക്ട് കാലിഗ്രഫി നിങ്ങൾക്ക് കംപ്ലീറ്റ് നോർമലായിട്ടുള്ള ട്രഡീഷണൽ കാലിഗ്രഫി പോലെ റൂൾസ് ഫോളോ ചെയ്ത് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാൻവാസ് ടേൺ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ടാഗ് ചെയ്യാം. പിന്നെ ഇത് ഒറിജിനൽ വർക്കാണ്. റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒറിജിനൽ ആർട്ടിസ്റ്റിൻ്റെ പേര് അറ്റ്ലീസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മസ്റ്റാർഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ ഈ ബ്ലാക്ക് തന്നെ കൊടുക്കണമെന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഞാൻ കൊടുക്കുന്ന സ്ട്രോക്ക്, എൻ്റെ പെയിൻറ്റിൻ്റെ സ്ട്രോക്ക് ഫുള്ളായിട്ട് എന്താ പറയുക വിസിബിൾ അല്ല. അത് വിസിബിൾ അല്ലാത്തതും ഒരു തരത്തിൽ ഭംഗിയാണ് കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഒരു ബ്രഷിൽ ഇതിൽ എന്താ പറയുക പെൻസിലിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് കളറിൽ വെച്ച് ഫില്ല് ചെയ്യാം. എൻ്റെ കയ്യിലൊരു മാർക്കർ ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ ചിസൽ ടിപ്പിലെ ഗോൾഡൻ കളർ മാർക്കർ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സൈഡിൽ ഇക്ര ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ എന്ന് തന്നെയാണ് വേഴ്സ് ബാക്കി എഴുതുന്നത് സൈഡിൽ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സെയിം ടെക്നിക്ക് അല്ലെങ്കിൽ സെയിം സ്ട്രോക്ക് വെച്ചിട്ടോ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇൻവേർട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ക്യാൻവാസ് ഒന്ന് തിരിച്ച് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്യാൻവാസ് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെയിം ആണ് ഞാൻ താഴെ കൊടുക്കുന്നത് വേഴ്സും സെയിം സ്ട്രോക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ലെറ്റേഴ്സിൻ്റെ എൻഡ് കുറച്ച് നീളം വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഡിഫറൻസ്. അതേപോലെ തന്നെ എൻ്റെ സ്മോൾ പിൻ പോയിൻ്റുള്ള ഒരു മാർക്കർ വെച്ചിട്ട് ഞാനിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു 2 hours ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒന്നാണ്. ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്താണെന്ന് വെച്ചാൽ പ്രൈമർ ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ താങ്ക് യു. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഒരു 30 days റമദാനിൻ്റെ ഇൻഷാല്ലാ റമദാൻ സ്റ്റാർട്ട് ചെയ്യാനായി. റമദാനിൻ്റെ 30 daysലും 30 അബ്സ്ട്രാക്ട് കാലിഗ്രഫി വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. സോ എഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ആൻഡ് അസ്സലാമു അലൈക്കും.